വയനാട് അതിശക്തമായ മഴ ഉണ്ടായി. ആ മഴയെ തുടർന്നാണ് പുന്നപ്പുഴയടക്കം കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. കുത്തിയൊലിച്ച് മലവെള്ളപ്പാച്ചിലുണ്ടായിട്ടുണ്ട് സ്ഥലത്ത്. അതുകൊണ്ടാണ് പ്രദേശവാസികൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. കമൽ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. കമൽ, പ്രതിഷേധക്കാർ ഇപ്പോഴും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണോ? നിലവിൽ എന്താണ് സ്ഥിതി? മോത്തി, നിലവിൽ ഉദ്യോഗസ്ഥർ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനങ്ങളുടെ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച നടക്കുന്നില്ല. ഉദ്യോഗസ്ഥർ ഈ സ്പെഷ്യൽ ഓഫീസറും തഹസിൽദാരും ഉൾപ്പെടെയുള്ള ആളുകൾ പാലത്തിനക്കരെയുണ്ട്. അവർ കൂടിയാലോചന നടത്തി ജില്ലാ ഭരണകൂടവുമായും അതുപോലെ മറ്റ് സർക്കാർ തലത്തിലുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു തീരുമാനം പറയാതെ അവരെ പാലത്തിന് ഇക്കരയ്ക്ക് തിരികെ പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുമുണ്ട്. ആരും പിരിഞ്ഞു പോയിട്ടില്ല. ഇതിൽ രാവിലെ തോട്ടങ്ങളിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികളുണ്ട്. ഈ പ്രദേശത്തെ ആളുകൾ, അതായത് ഈ പാലത്തിന് ഇക്കരെ നീലിക്കാപ്പ്, അതുപോലെ പഴയ വില്ലേജ് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. അതായത് ദുരന്തം നേരിട്ട് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തല്ല, അതിനിപ്പുറത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അവരാണ് അവർ നേരത്തെ ഈ 3 വാർഡുകളിലെയും ആളുകൾക്ക് പൂർണ്ണമായും ദിനബത്ത നൽകിയിരുന്നതാണ്. പിന്നീട് അവരെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി. അവർക്ക് പലർക്കും തൊഴിലുണ്ട്, ജീവനോപാധിയുണ്ട്, ദുരന്തം ബാധിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാരണം പറഞ്ഞ് ആളുകളെ ഒഴിവാക്കിയതാണ് ഈ പ്രതിഷേധത്തിന് പ്രധാന കാരണം. തുടക്കം മുതൽ കിട്ടിക്കൊണ്ടിരുന്നത് പോലെ ദിനബത്ത ഇപ്പോഴും കിട്ടണം. പ്രത്യേകിച്ച് മഴക്കാലത്ത് അവർക്ക് തൊഴിലെടുക്കാനുള്ള സാഹചര്യമില്ല. ഇപ്പോൾ ടാക്സി, ജീപ്പ് ഓടിച്ചിരുന്നവരുണ്ട്. അവർക്ക് ജീപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് വീട് നഷ്ടപ്പെട്ടില്ല. പക്ഷേ അവർക്ക് ജീപ്പിൽ ഓടാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുപോകാനോ ഉള്ള ഈ പ്രദേശങ്ങളൊക്കെ തകർന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഈ ദിനബത്തയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ്. അതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. ദിനബത്ത പുനഃസ്ഥാപിക്കുക, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അതിലൊരു തീരുമാനം പറയാതെ ഉദ്യോഗസ്ഥരെ തിരികെ പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ മഴ ഇപ്പോൾ ചൂരൽമലയിലില്ല. മഴ മാറി നിൽക്കുന്നുണ്ട്. നേരത്തെ സ്പെഷ്യൽ ഓഫീസർ വന്നിറങ്ങി ആ ചർച്ച തുടങ്ങിയ സമയത്താണ് ഒരു കനത്ത മഴ പെയ്തത്. ഇപ്പോഴേതാണ്ട് ഒരു അരമണിക്കൂറായി മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ ഇപ്പോഴും ഇവിടെ കൂടി നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാട്. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് കമൽ? ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയ മുന്നറിയിപ്പിൽ, ജാഗ്രതാ നിർദ്ദേശത്തിൽ ഓറഞ്ച് അലർട്ടാണല്ലോ. തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു? ശക്തമായ കാറ്റിനൊക്കെ സാധ്യതയുള്ളതായി പറയുന്നു. വയനാടിന് പൊതുവായിട്ടുള്ള ഒരു ഓറഞ്ച് അലർട്ട് മാത്രമാണ് സംസ്ഥാന കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ സ്പെസിഫിക്കായി ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു ശ്രദ്ധ നൽകണമെന്നുള്ള മുന്നറിയിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല. വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് രാവിലെ 8:30 വരെയുള്ള ലിസ്റ്റ് വന്നപ്പോൾ, മഴയുടെ ലിസ്റ്റ് വന്നപ്പോൾ വയനാട്ടിൽ പരമാവധി പെയ്തിരിക്കുന്നത് 100 മില്ലിമീറ്റർ മഴയാണ്. അതും ഈ പ്രദേശത്ത് അല്ല, വൈത്തിരി, നിരവിൽപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് രാവിലെ മുതലാണ് ഇത്രയും കനത്ത മഴ പെയ്തത് എന്നാണ് പറയുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ ഈ പട്ടികയിൽ വരാതിരുന്നത്. 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ കണക്കാണ്. 100 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഒരു അതിതീവ്ര മഴയുടെ ഗണത്തിൽ വരുന്ന മഴയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നറിയിപ്പ് നൽകാതിരുന്നത് എന്നാൽ മാത്രമാണ് ഉരുൾപൊട്ടലിന്റെ ഒരു സാധ്യതയൊക്കെ പറയാനാവുക എന്നാണ് നേരത്തെ ശാസ്ത്രജ്ഞൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് മുൻപൊരു ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശവാസികൾക്ക് നൽകുക എന്നത് വളരെ അത്യാവശ്യമല്ലേ? അതായത് ഇന്ന് കനത്ത മഴ പെയ്യുമ്പോഴും 200ഓളം തൊഴിലാളികൾ പാലം കടന്ന് അപ്പുറത്തെ തോട്ടങ്ങളിൽ പണിക്ക് പോയി എന്നുള്ളതാണ് വലിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. കാരണം പുഴയിൽ കുത്തൊഴുക്ക് വന്നപ്പോൾ 200 തൊഴിലാളികൾ അപ്പുറത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ പാലം കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ അട്ടമല ഭാഗത്തും തോട്ടങ്ങളുണ്ട്, അവിടെയുള്ള തൊഴിലാളികളുണ്ട്. അട്ടമലയ്ക്കുള്ള റോഡിൽ വെള്ളം കയറി. അങ്ങനെ അപ്പുറത്തെ ആളുകൾ ഒറ്റപ്പെടുന്ന സാഹചര്യം വന്നു. അങ്ങനെ ഈ 200 തൊഴിലാളികൾ അപ്പുറത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ ആശങ്കയായി മാറിയത്. അപ്പോൾ രാവിലെ ഈ പാലത്തിന് അപ്പുറത്തേക്ക് ആരും പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം, അല്ലെങ്കിൽ പോലീസ്, ഇവിടെ സ്ഥിരമായി പോലീസ് കാവലുണ്ട്, തൊഴിലാളികളെ മാത്രമാണ് അക്കരയ്ക്ക് വിടുന്നത്. അതായത് അപ്പുറത്ത് പണിയെടുക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ മാത്രമാണ് പാലം കടന്നു പോകുന്നത്. അല്ലാതെ സാധാരണ ആളുകൾക്കോ മറ്റു ആളുകൾക്കൊന്നും അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. പക്ഷേ ഈ തൊഴിലാളികളെ ഇന്ന് തടയുന്ന, അല്ലെങ്കിൽ അവരോട് പോകരുത് എന്ന നിർദ്ദേശം നൽകുന്ന ഒരു തീരുമാനം ഉണ്ടായില്ല. അതാണ് ഇവിടെ ഇത്രയും വലിയൊരു ആശങ്കയും ആ സമയത്ത് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. മോത്തി.